ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ചാരവശാൽ 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? ധർമ്മേഘവാൻ, പാപവാസന, പാപരതിയോടുകൂടിയ വ്യക്തിയായിരിക്കുമെന്നാണ്. അയാൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കണം. രാഷ്ട്രീയത്തിലായാലും പോലീസിലൊക്കെ ആയാൽ തന്നെ പല രീതിയിലുള്ള ക്രൂരകർമ്മങ്ങൾ ചെയ്യും. നാം കഴിഞ്ഞ മാസം ഒരു വലിയൊരു അനുഭവം കൊണ്ട്, ഒരു വലിയ പഞ്ചായത്ത് പ്രസിഡൻ്റ്, ഒരു വലിയ നേതാവ് കാട്ടിലൊരിക്കലും ഉപദ്രവിക്കാൻ പാടില്ലാത്ത വന്യജീവി നിയമപ്രകാരം ആക്രമിക്കാൻ പാടില്ലാത്ത മുള്ളൻ പന്നിയെ അടിച്ച് കൊന്ന് പിന്നെ ഒളിവിലേക്ക് പോയി. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. അത് 9-ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ അങ്ങനെയാണ്. ധർമ്മേഘവാൻ, പാപവാസനകൾ ഉണ്ടാവുക, പാപരതി ഉണ്ടാവുക, അനാവശ്യമായ സാഹസികത കാണിക്കുക, പുലർത്തുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവിടെ ആദിത്യനും കൂടെയുണ്ട്. അതിനാൽ രാഷ്ട്രീയ സംഘടനകൾ വരുന്ന സമയത്തൊക്കെ, ഇലക്ഷനൊക്കെയാണ് വരുന്നത്, പെട്ടെന്ന് പ്രകോപിതരായി എതിരാളികളെ അടിച്ചമർത്തുവാനുള്ള ഒരു താല്പര്യം, അതിന് നേതൃത്വം കൊടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാം. കർക്കിടകൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ വളരെയധികം നന്മകൾ വരും. പലപ്പോഴും തൻ്റെ ബുദ്ധിപൂർവ്വമുള്ള പല തീരുമാനങ്ങളും തനിക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. പക്ഷെ അവിടെയൊക്കെ സാഹസികത, എടുത്തുചാട്ടം വേണ്ട എന്ന് പ്രത്യേകിച്ച് അറിയണം. സന്താനങ്ങൾക്കും നല്ല സമയമാണ്. സന്താനപ്രതിയായ ചൊവ്വയാണ് വളരെ ശക്തമായി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത്. അതിനാൽ മക്കൾക്ക് ജോലിയും പല ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടാൻ ഈ സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക. ചമത്കാരി എന്താവണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മഹോഗ്രാമതിർ ഭാഗ്യവിത്തം മഹോഗ്രം, മഹോഗ്ര മതിഹി. അങ്ങേറ്റം ഉഗ്രമായ ബുദ്ധി ഉണ്ടാകാം. കർക്കിടകരാശിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തങ്ങളുടെ ബൗദ്ധികത പൂർണ്ണതയിൽ എത്തിക്കുവാൻ കഴിയും. ഭാഗ്യവിത്തം മഹോഗ്രം, നല്ല ഭാഗ്യവും ധനവും ഉണ്ടാകും. തപോഭാവകോ മംഗലസ്ഥം കരോതി, 9-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചെയ്യുന്നു. ഭവേന്നാദിമസ്യാലക സോദരോവ, തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും സഹോദരി ഭർത്താവിനുമൊക്കെ ദോഷ സമയമാണ്. കാരണം സഹോദരകാരകനായ ചൊവ്വ 9-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 3-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നു. അതിനാൽ സഹായികൾ, സഹോദരങ്ങൾക്കൊക്കെ നല്ല സമയം അല്ല. കുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗേ, പലപ്പോഴും പല കാര്യങ്ങളും
ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്ത് വരുമെന്ന് ഫലവുമുണ്ട്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവസാനം അനുഭവത്തിൽ വരുമ്പോൾ അത് അനുഭവിക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥ വരിക, അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലാഭം കുറയുക. അതിനാൽ വളരെ ശ്രദ്ധിച്ച് തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുക. പരാക്രമം ഇവിടെ ഒരിക്കലും അഭിലഷണീയമല്ല. ഉപായത്തിലൂടെ നേടണം ചൊവ്വയിൽ. പക്ഷേ ചൊവ്വ പലപ്പോഴും പരാക്രമിയാണ്. ക്ഷമ നശിക്കുന്നു, പെട്ടെന്ന് പ്രതികരിക്കുന്നു, അക്രമവാസന പ്രകടിപ്പിക്കും. 9-ലെ ചൊവ്വ വളരെയധികം മനസ്സിനെ കൂളാക്കി എടുക്കുന്നത് അത്ര നല്ലത്. നന്ദി, നമസ്തേ.